ഗവർണറുടെ ജനാധിപത്യ കുൽസിത ശ്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി PDP തിരൂർ മണ്ഡലം കമ്മിറ്റി പുത്തനത്താണിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ശശി പൂവൻചിന ഉദ്ഘാടനം ചെയ്തു. എന്നറിയപ്പെടുന്ന ഈ കേരളത്തെ ഒരു കലുഷിതമാക്കിക്കൊണ്ട് ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് കയറുന്നതിന് വേണ്ടി ഗവർണറെ പോലത്തെ മുതിർന്ന ആളുകളെ ഇതിലേക്ക് ഇറക്കിവിട്ട് സംഘപരിവാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെറികളിൽ നിന്ന് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഓരോരുത്തരുടെയും കടമ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങളുടെ ചെയർമാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചെയർമാൻ ഉസ്താദ് അബ്ദുൽ നാസർ മദനി ഇന്നലെ പ്രഖ്യാപിച്ച ഈ പ്രതിഷേധ പ്രകടനം 140 നിയോജക മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി അറിയാം നമ്മുടെ രാജ്യം ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. NDA ഗവൺമെൻറ് വന്നതിന് ശേഷം, രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ മതേതര സ്വഭാവത്തെ അട്ടിമറിച്ചുകൊണ്ട്, ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണശിലാ കേന്ദ്രങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ്. ജനാധിപത്യം മതേതരത്വം, ജനാധിപത്യം മതേതരത്വം, ഉണരും നാടിത് കേരള നാട്, ഉണരും നാടിത് കേരള നാട്, ഈ നാടിന്റെ ശാന്തി തകർക്കാൻ, ഈ നാടിന്റെ ശാന്തി തകർക്കാൻ, ജനാധിപത്യ പെരുമ തകർക്കാൻ, ജനാധിപത്യ പെരുമ തകർക്കാൻ, മതേതരത്വ മനസ്സുകളിൽ, മതേതരത്വ മനസ്സുകളിൽ വർഗീയതയുടെ വിദ്വേഷത്തിൽ, വർഗീയതയുടെ വിദ്വേഷത്തിൽ വിത്തുകൾ പാകാൻ നോക്കണ്ട, വിത്തുകൾ പാകാൻ നോക്കണ്ട, വിത്തുകൾ പാകാൻ നോക്കണ്ട, വിത്തുകൾ പാകാൻ നോക്കണ്ട. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റിലേക്ക് RSS നോമിനികളെ തിരികെ കയറ്റി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് PDP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പുത്തനത്താണിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക, ഫാസിസ്റ്റ് ഗൂഢതന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമം ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി ശശി പൂവൻചിന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി യാദവനാട് മുഖ്യപ്രഭാഷണം നടത്തി. സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രബുദ്ധ ജനതയെ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കാവ്യവൽകൃതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് PDP കേരളത്തിലുടനീളം 140 നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കേരളക്കരയിലെ പൊതുസമൂഹം സമാധാനത്തിലും അതുപോലെ തന്നെ വളരെ സന്തോഷത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ സമാധാനാന്തരീക്ഷം കണ്ടിട്ട് ഇവിടുത്തെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ജനതയിൽ വിളറി പിടിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരള ഗവർണർ ഇവിടുത്തെ സർവകലാശാലകൾ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൊണ്ടിരിക്കുമ്പോൾ ഫാസിസത്തെയാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇവർ വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതിനെതിരെയാണ് പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ എന്ത് വില കൊടുത്തും തടയുകയും അതുമാത്രമല്ല അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അബ്ദുൽ നാസർ മദനിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർ ഒന്നടങ്കം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് ബീരാൻ ഹാജി ആനന്ദാവൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഫൈസൽ കന്മനം, ജലീൽ സുപ്രിയ, സിദ്ദീഖ് തിരുനെല്ലി, അബ്ദുറഹ്മാൻ ഹാജി തിരൂർ, AP സക്കീർ, ഹമീദ് പള്ളിമാലിൽ, അനീഷ് കരിപ്പോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.
നമ്മുടെ കുബൂസ്. അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.